UP മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ള വാർത്തകൾ പലവട്ടം വന്നു കഴിഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും ആ ചർച്ച സജീവമാകും. അതിന് പ്രധാനപ്പെട്ട കാരണം UPയിലെ BJPക്കുള്ളിലുള്ള ഉൾപ്പോര് മാത്രമല്ല, UPയിലുള്ള BJPയുടെ ഘടകകക്ഷികളായ നിഷാദ് പാർട്ടി, RLD, അപ്പനദൾ തുടങ്ങിയ പാർട്ടികളും യോഗിയുടെ നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം. അതിൽ പ്രധാനമായും നിഷാദ് പാർട്ടിയും RLDയാണ്. നിഷാദ് പാർട്ടി നേരത്തെ മുതൽ തന്നെ BJPയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഘടകകക്ഷിയാണ്. ഇപ്പോഴും അവർ അതിൽ തന്നെ നിൽക്കുന്നു. RLD പുതിയതായിട്ട് വന്ന ജാട്ടുകളുടെ പാർട്ടിയാണ്. നേരത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടെയായിരുന്നു. പക്ഷേ അവരും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന അവസ്ഥ. അതായത് ഘടകകക്ഷികൾക്കുള്ളിലും യോഗിക്കെതിരെ ഒരു ചെറിയ വിമർശനങ്ങളും മറ്റുമായി കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സംഘടന അടിമുടി ഉടച്ചു വാർക്കണം എന്നൊരു വലിയ നിർദ്ദേശം RSSൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സംഘടന പുനഃസംഘടിപ്പിക്കുന്ന കാര്യത്തിൽ സംഘപരിവാറിനുള്ളിൽ ഒരു ഏകീകൃത അഭിപ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ യോഗിയെ മാറ്റുക എന്നൊരു ചർച്ചയ്ക്കും പുതിയതായി തുടക്കം കുറിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. കേന്ദ്ര നേതൃത്വം അതിനുള്ള ഫോർമുലകൾ തയ്യാറാക്കുന്നു എന്നൊരു വാർത്തകളും പുറത്തു വരുന്നു. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിച്ചതും പാർട്ടിയെ നയിച്ചതും കേശവ പ്രസാദ് മൗര്യ എന്ന OBC നേതാവായിരുന്നു. അന്ന് BJP 312 സീറ്റ് നേടി. അന്ന് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയത് കേശവ പ്രസാദ് മൗര്യ മുഖ്യമന്ത്രി ആയില്ല, പകരം യോഗി ആദിത്യനാഥായി. വീണ്ടും ആ സമയത്ത് തന്നെ ഈ കേശവ പ്രസാദ് മൗര്യ ഉപമുഖ്യമന്ത്രിയാക്കിയിരുന്നു. ഒരു ബ്രാഹ്മണ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പേര് ദിനേശ് ശർമ്മ. 2019 ആയപ്പോഴേക്കും യോഗിയെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. വലിയ ഭൂരിപക്ഷം ഉണ്ടായില്ലെങ്കിൽ പോലും കേവല ഭൂരിപക്ഷം നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ യോഗിയെക്കുറിച്ച് പൊതുവിൽ, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ യോഗിയെ ഹൈന്ദവ സംഘടനകളും BJPയും ഒക്കെ കാണുന്ന ഹിന്ദുത്വത്തിൻ്റെ മുഖമാണ് എങ്കിൽ UPക്കുള്ളിൽ ഒരു താക്കൂർ വിഭാഗത്തിൻ്റെ മുഖമായിട്ടാണ് കാണുന്നതെന്നൊരു വലിയ വിമർശനമായിരുന്നു. താക്കൂർ വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗസ്ഥർക്കും മറ്റും വലിയ രീതിയിലുള്ള വഴിവിട്ട് പ്രൊമോഷനും മറ്റും യോഗി നൽകുന്നതായിട്ടാണ് എതിർവിഭാഗം ആരോപിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു മറുപുറം കൂടിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേശവ പ്രസാദ് മൗര്യ, അമിത്ഷാ, ഒപ്പം തന്നെ നരേന്ദ്രമോദി എന്നിവരായിരുന്നു സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. 30ഓളം സിറ്റിംഗ് MPമാരെ മാറ്റണമെന്ന് യോഗി ആവശ്യപ്പെട്ടെങ്കിലും അത് സംഭവിച്ചില്ല. പകരം ഈ മൗര്യയുടെയും കൂടെ നിർദ്ദേശമനുസരിച്ചാണ് സ്ഥാനാർത്ഥികളെ ഒരു 50 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിരുന്നത്. അത് ഏതാണ്ടൊക്കെ തോറ്റു പോവുകയും ചെയ്തു. അങ്ങനെ 2 ഭാഗമുണ്ട് ഇതിന്, ഈ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾക്ക്. ഏതായാലും ഇപ്പോൾ കേന്ദ്രത്തിന് മുമ്പിലുള്ള ഓപ്ഷൻസ് ഇങ്ങനെയാണ്. അതായത് ശിവരാജ് സിംഗ് ചൗഹാൻ, യെദ്യൂരപ്പ തുടങ്ങിയവരെയൊക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും BJP മാറ്റിയത് അവരെ കേന്ദ്ര മന്ത്രിമാരാക്കി ഉന്നതമായ പോസ്റ്റുകൾ നൽകിയിട്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്ക് പോകാൻ യോഗിക്ക് താല്പര്യമില്ല എന്നാണ് യോഗിയുടെ അടുത്ത വൃത്തങ്ങളും പറയുന്നത്. 18 മാസം മുമ്പ് ഇത്തരത്തിലൊരു ചർച്ച നടന്നതായിട്ട് ഏതാണ്ട് സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഏതായാലും യോഗി ആദിത്യനാഥ് ജൂലൈ 27 ദില്ലിയിൽ പോകുന്നുണ്ട്. അത് നീതി ആയോഗിൻ്റെ ഒരു യോഗവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ ആ യോഗത്തിൻ്റെ ഇടയിൽ JP നദ്ദയും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ മാറുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ധാരണ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ജാതീയ സമവാക്യം തുലനം ചെയ്യാതെ, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാതെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും UPയിൽ പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യവുമാണ്. ഇവിടെയാണ് യോഗിക്ക് സ്ഥാനം മാറുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം വരുന്നത്. കേന്ദ്രത്തിലേക്ക് യോഗി പോകും എന്ന് വളരെ നേരത്തെ തന്നെ കേട്ടിരുന്നതാണ്. അരവിന്ദ് കേജ്രിവാൾ വളരെ മുൻപേ അത് പ്രവചനം പോലെ നടത്തിയിരുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.